ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല പുളിയും നല്ല എരിവും മധുരവും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. നമ്മൾ വീട്ടിൽ നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ഉപ്പും ചില സമയത്ത് നല്ല എരിവൊക്കെ ആവുമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഇത്. ഞാൻ ലൂബിക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സ്പൂണൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളമില്ലാണ്ട് ഇടുക. അപ്പോൾ എന്തോരം നാൾ വേണമെങ്കിൽ നമുക്ക് കേടുകൂടാതെ അച്ചാർ ഇരിക്കും. ഇനിയിപ്പോൾ വെക്കേഷനാണ്, മക്കളൊക്കെ വീട്ടിലിരിക്കുക. അപ്പോൾ ചോറിന് എന്താ കറി, ഒന്നുമില്ല അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് ലുബിക്കായ അച്ചാർ ഉണ്ടാക്കണം. ഇതൊന്ന് നോക്കിയാലോ. അപ്പം നമുക്കിന്ന് ലൂബിക്ക വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ഇവിടെ ലൂബിക്ക നന്നായി കഴുകി ഇന്നലെ ഞാൻ നന്നായി രാത്രിയാകുമ്പോൾ കിടക്കാൻ പോണ നേരത്ത് ഇത്തിരി വെള്ളവും ഉപ്പും ഇട്ട് വെച്ചതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുള്ളൂ. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഒരു കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുമ്പ് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ ഉപ്പിലിട്ട് വെച്ച് എടുക്കുകയെന്ന് വെച്ചാൽ അത്രയും നന്നായി. ഇപ്പോൾ ഇതൊന്ന് വൈകുന്നേരം മാത്രമാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അധികം ഉപ്പൊന്നും പിടിച്ചിട്ടില്ല. ഉപ്പ് പിടിക്കുമ്പോൾ നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്നും കൂടി ഒന്ന് മാറും. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഇതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അതവിടെ കിടന്ന് തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയാണല്ലോ. അപ്പോൾ ഒരു വെളുത്തുള്ളി ഫുള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം, കുറച്ച് ഇഞ്ചി വേണം. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 3-4 പച്ചമുളക് ഞാനിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം വെളുത്തുള്ളി കുറച്ച് അധികം വേണം. അപ്പം എന്നിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ ഇഞ്ചി ആയാലും നൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്. അപ്പം നമുക്കിനി ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ലൂബിക്കായ ഒക്കെ ഒന്നിങ്ങനെ തിളച്ചിങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, അധികം കിടന്ന് തിളയ്ക്കാൻ പാടില്ല. പിന്നെ നമ്മളതൊക്കെ കടുകെടുത്ത് വരുമ്പോൾ ഈ ചൂടുവെള്ളത്തിൽ തന്നെ കിടന്ന് ഇതൊന്നും കൂടി ഒന്നാവും. ഈ ഒരു ഇതിൽ മതിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി വിണ്ട് പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ. ഞാനിപ്പോൾ എണ്ണയിലാണ് ചെയ്യണത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം എണ്ണ, എപ്പോഴും അധികം ഒഴിക്കണം, നല്ല എണ്ണ കേട്ടോ. നമ്മൾ എണ്ണ വാങ്ങാൻ കിട്ടില്ല, അതാണ്. ഇനി ഈ എണ്ണ നന്നായി ചൂടായി ഇങ്ങനെ ആ എണ്ണയുടെ ഒരു കുത്തുണ്ട്, അത് പോകണം. അത് ഞാനിപ്പോൾ എല്ലാ അച്ചാറിടുമ്പോൾ ഞാൻ പറയാറുണ്ട്, എപ്പോഴും എണ്ണയ്ക്ക് ഒരു കുത്തുണ്ടാവും. അതിപ്പോൾ നമ്മൾ എന്ത് എണ്ണയിൽ വെക്കുന്ന കറി വെച്ചാലും അതൊന്ന് പോകണം. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ എണ്ണയൊന്ന് നന്നായി ചൂടായി വരട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എന്താ പറയുക, നമ്മുടെ പനിനീർ ഇത് ചാമ്പയ്ക്കാന്ന് പറയില്ലേ, അതൊക്കെ ഒരു വെറൈറ്റി അച്ചാറാണ്. അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും കാണണമൊന്നുമില്ല. നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ പനീർ ചാമ്പയ്ക്കാന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ അച്ചാറിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒരു 3/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടാൽ മതി, നമ്മൾ ഉലുവ പൊടി ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു പേരിനൊന്നോളം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വറ്റൽമുളക്, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അച്ചാറെന്നൊക്കെ ആവുമ്പോൾ പറയുമ്പോൾ എപ്പോഴും എണ്ണയായാലും വെളിച്ചെണ്ണയായാലും കൂടുതൽ ഒഴിക്കണം, എന്നാലാണ് ഇത് കേടാവാണ്ടൊക്കെ ഇരിക്കുള്ളൂ.
അതിൽ പിശുക്ക് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ഇത്തിരി ടേസ്റ്റും വേണം, അതേസമയം സംഭവം നമുക്ക് കുറച്ച് നാൾ കേടാവാണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയും കൂടുതൽ ഒഴിക്കണം. പിന്നെ ഇതൊക്കെ ഈ അരിഞ്ഞിടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂടുന്ന കാര്യങ്ങളാണ്. ഇത് നന്നായി മൂത്തും വരണം കേട്ടോ. അച്ചാറിടുമ്പോൾ എപ്പോഴും എല്ലാ സാധനങ്ങളും നന്നായി മൂക്കണം. ഇതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് സിം ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അത് മറക്കരുത്, പെട്ടെന്ന് കരിയും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സാധാ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മാത്രമാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇതാവുമ്പോൾ ഭയങ്കര എരിവൊന്നും വേണ്ടല്ലോ, നല്ല എരിവുള്ളതുമാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി ഇങ്ങനെ നല്ല കളറുള്ള മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറിന് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യട്ടെ. അപ്പം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്തിട്ടില്ല. തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലൂബിക്കായ ഞാൻ ഇന്നലെ ഒരു ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊന്നും നമുക്കിപ്പോൾ ആഡ് ചെയ്യണ്ട. ഇത് കിടന്ന് ഇതിലൊന്ന് മൂത്തിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മുളകൊക്കെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ലൂബിക്കായ വെള്ളത്തോട് കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് ഒന്ന് വറ്റട്ടെ കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിലേക്ക് ഉപ്പും എന്താ പറയുക, ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ആ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമ്മുടെ ലൂബിക്കായി പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലൊന്ന് കിടന്ന് തിളക്കട്ടെ. എന്നിട്ട് തിളച്ചൊന്ന് ഏകദേശം ഒന്ന് വറ്റുമ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് തിളച്ച് ഇതാവണം. അപ്പോൾ ഇത് തിളച്ച് ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയുടെ പൊടിയും കായത്തിൻ്റെ പൊടിയും ഉണ്ടല്ലോ, അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം ഇനി ഇതായിട്ട് ഇനി ഇതിരിക്കുമ്പോൾ ഒന്നും കൂടിയും കട്ടിയാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി ചാറും കിട്ടും നമുക്ക്. ഇതിലേക്ക് നമുക്ക് ചൊറുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ചൊറുക്ക് ആഡ് ചെയ്യണത്. അത്ര ആഡ് ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര ആഡ് ചെയ്യണുള്ളൂ. ഇതിപ്പോൾ അധികം ദിവസമൊന്നും ഇരിക്കാനൊന്നുമില്ല, ഇത് പെട്ടെന്ന് തീരും. ഇവിടെ അച്ചാറൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ കഴിയുന്ന അച്ചാർ ഇടില്ല. എന്ന് വെച്ചാൽ മക്കൾ പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അച്ചാർ ഇടണത്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ലാസ്റ്റ് കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചിട്ടാ ഒരു ചെറിയൊരു മധുരം വരാനാണ്. എനിക്കൊരു അച്ചാറിന് ഒരു ചെറിയ മധുരം വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചീഞ്ചട്ടിയിൽ നിന്ന് ഒന്ന് വേഗം മാറ്റണം. എന്ന് വെച്ചാൽ ഇതിനൊരു മണം വരുന്നുണ്ട്. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു മണം വരുമല്ലോ, അത് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇതിൽ നിന്ന് വേഗം ഒന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പം ഞാൻ ചീഞ്ചട്ടിയിൽ നിന്ന് ഒന്ന് വേഗം എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും ആ ഒരു ഇതിൻ്റെ മണം വരും. അപ്പോൾ എന്താ പറയുക, നല്ല മണമുണ്ട് കേട്ടോ കായത്തിൻ്റെ ഉലുവയുടെയും. എന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഉപ്പും പിന്നെ എന്താ പറയുക ഉലുവയുടെ ടേസ്റ്റും കായത്തിൻ്റെ ടേസ്റ്റും കുറവുണ്ടെങ്കിൽ മാത്രം നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് തോന്നും. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൂബിക്കായൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് അച്ചാറിട്ട് വയ്ക്കുക.
അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. കുറച്ച് നേരം ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അരിയേണ്ട നേരം മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ, നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ എന്തോരം ഉപ്പും കണി കണ്ട ചൊറുക്കിയും ഒക്കെ ആഡ് ചെയ്തിട്ട് വിടണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ വീട് മുറ്റത്ത് നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് അച്ചാറൊക്കെ ഇട്ട് ധൈര്യമായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.